നമസ്കാരം. പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ ജെയ്ഷ് ഇ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും സംയുക്ത യോഗം നടന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന് പാകിസ്ഥാൻ്റെ സ്പെഷ്യൽ സർവീസസ് ഗ്രൂപ്പ് SSTയുടെയും ഇന്റർ സർവീസസ് ഇൻ്റലിജൻസ് ISIയുടെയും ഒക്കെ ഒരു പൂർണ്ണ പിന്തുണ ഇതിനുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അസീം മുനീറിൻ്റെ ഒരു വലിയ രീതിയിലുള്ള പിന്തുണ ഇതിൻ്റെ ഒരു സംയുക്ത യോഗത്തിന് ഉണ്ടായിരുന്നുവെന്നും ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്താനുള്ളൊരു ഗൂഢപദ്ധതി ഇവർ ഒരുക്കുന്നത്, കാരണം ഇപ്പോൾ സെപ്റ്റംബർ മാസം മുതൽ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഈ തണുത്ത മാസങ്ങളിലൊക്കെയും നുഴഞ്ഞുകയറ്റം ശക്തമാക്കാനാണ് ഇവരുടെ ഒരു പദ്ധതി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ പോലെയല്ല, ഇനി ഒരു പ്രകോപനമുണ്ടായാൽ പാകിസ്ഥാൻ ഈ ഭൂമുഖത്ത് തന്നെ അപ്രത്യക്ഷമാകുന്ന ഇന്ത്യൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് തീർത്തും പാകിസ്ഥാൻ്റെ അന്ത്യത്തിന് തന്നെയായിരിക്കും ഇത് മാറാൻ പോകുന്നത്. പാകിസ്ഥാൻ്റെ സർവ്വസൈന്യാധിപനായി അസീം മുനീർ വന്നതൊന്നും ഇന്ത്യക്കൊരു വലിയ പ്രശ്നമല്ല. കാരണം ഇന്ത്യ അസീം മുനീറിനേക്കാൾ വലിയ ഭീകരവാദിയായ പർവേസ് മുഷറഫിനെ നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഭീകരവാദികളെയും നേരിടാൻ ഇന്ത്യ സർവാത്മന സജ്ജമാണ്. ഇന്ത്യ ഇന്ന് ലോകത്തിൻ്റെ നെടുനായകത്വത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ രാജ്യം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന നിലയിൽ ഭീകരവാദത്തെ ഭൂമുഖത്ത് തന്നെ ഉന്മൂലനം ചെയ്യുക എന്നത് ഇന്ത്യയുടെ കർത്തവ്യമാണ്. പാകിസ്ഥാൻ എന്ന രാജ്യം ഭീകരവാദികൾ കൊണ്ട് സമ്പൂർണ്ണമായ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെയായിരിക്കും ഇനിയൊരു പ്രകോപനമുണ്ടായാൽ ഭൂമുഖത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരിക എന്നത് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് ഇനി അധികം കളി വേണ്ട എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ പാകിസ്ഥാൻ എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു രാജ്യമെന്ന നിലയിൽ ഇതിനോടകം തന്നെ അവർ ഇന്ത്യയിലേക്ക് ഭീകരവാദ ഗ്രൂപ്പുകളെ അയക്കാനുള്ള എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. പല ഭീകരവാദ ക്യാമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഭീകരവാദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്, വളരെ സജീവ ട്രെയിനിങ് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങളുമായിട്ട് പാകിസ്ഥാൻ മുന്നോട്ട് പോവുകയാണ്. പാകിസ്ഥാന് ഡൽഹി ചെങ്കോട്ട ആക്രമണത്തിന് ശേഷം വീണ്ടും ഒരു ആക്രമണം നടത്തണമെന്ന പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞൊടിയിടയിലാണ് തകർന്നു പോയത്. പഹൽഗാമിന് ശേഷം വളരെ കൃത്യമായിട്ടുള്ള ഒരു ആക്രമണം ഇന്ത്യ നൽകിയതാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും പാകിസ്ഥാൻ പഠിച്ചിട്ടില്ല. കാരണം 9 ആക്രമണങ്ങളിൽ കൂടെ ഭീകരവാദത്തെ മുച്ചൂട് മുടിക്കുന്ന തരത്തിലൊരു ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായത്. അതിനുശേഷം നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാൻ്റെ ആണവ നിലയങ്ങളടക്കം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ ഇന്ത്യ പൂർണ്ണ സജ്ജമാണ്. കാരണം സിലിഗുരി കോറിഡോറിലാണെങ്കിൽ 3 സൈനിക താവളങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. S-400 ഉൾപ്പെടെയുള്ള വിപുലമായ സന്നാഹങ്ങൾ ഇന്ത്യ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഏത് മേഖലയിൽ കൂടി, അത് തെക്കൻ മേഖലയിലായാലും വടക്കൻ മേഖലയിലായാലും കിഴക്കൻ മേഖലയിലായാലും എല്ലാ മേഖലകളിലും ഇന്ത്യയുടെ പൂർണ്ണമായിട്ടുള്ള സൈനിക സുരക്ഷയിൻ കീഴിലാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഏത് രീതിയിലുള്ള ആക്രമണത്തെയും നേരിടാനുള്ള ഒരു കരുത്ത്, ഒരു സൈനിക സന്നാഹങ്ങൾ ഇന്ത്യ ഒരുക്കിക്കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആക്രമണത്തിന് ശേഷം ഖൈബർ പഖ്ത്വാങ്ക പ്രവിശ്യകളിലാണ്, ലോവർദർ മേഖലകളിലൊക്കെയാണ് പാകിസ്ഥാൻ്റെ ഭീകരവാദികൾ തമ്പടിച്ചിരിക്കുന്നത്. മർക്കസ് ജിഹാദി അക്സ പോലുള്ള തീവ്രവാദ ഏജൻസികൾക്ക്, ഭീകരവാദ സംഘങ്ങൾക്ക് ഇവിടെ വളരെ വലിയ സൗകര്യങ്ങളാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തൊയ്ബയ്ക്കും ജെയ്ഷ് ഇ മുഹമ്മദിനും ഇവിടത്തേക്ക് മാറ്റിക്കഴിഞ്ഞു. മറ്റ് മേഖലകളിൽ നിന്ന് വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു മേഖലയായിട്ട് ഈ ഖൈബർ പങ്ക്ത്വ മേഖല മാറിക്കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ഭീകരവാദ സന്നാഹങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരുങ്ങിയിരിക്കുന്നത്. പക്ഷേ എന്ത് തന്നെയായാലും, അതിന് എത്ര തന്നെ വലിയ ഭീകരവാദ സംഘങ്ങൾ പാകിസ്ഥാനിൽ ഉയർന്നാലും ഞൊടിയിടയിൽ ഇനിയൊരു ഭീകരവാദ ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാൻ നിഷ്പ്രഭമാകും, കത്തിത്തീരും, ചുട്ടെരിയപ്പെടും എന്ന് ഉറപ്പാണ്. ഇത് പാകിസ്ഥാൻ മാത്രമുള്ള ഒരു ഭീഷണിയല്ല. ഇത്തരം ഇസ്ലാമിക ഭീകരവാദ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും നേരെയും വളരെ ശക്തമായ ഒരു ആക്രമണമാണ് ഇനി ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇസ്ലാമിക ഭീകരവാദ സംഘങ്ങളുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇന്ത്യയിലെ മാവോയിസ്റ്റ് ഇടത് ഭീകരവാദം അവസാനിപ്പിച്ച പോലെ തന്നെ ലോകത്തിലെ ഇസ്ലാമിക ഭീകരവാദവും ഇനി അവസാനിക്കും, ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.